യുടെ സങ്കല്പമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കെട്ടിയില്ലേ, ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അമരച്ചാർത്താണ്. ആനയ്ക്ക് നെറ്റിപ്പട്ടം പോലെ അമരച്ചാർത്ത്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അതൊരു 9 കുമിളകൾ കാണും. 9 കുമിളകൾ കാണും. ആ 9 കുമിളകൾ നവഗ്രഹങ്ങളെയാണ് സങ്കല്പമാണ്. മനസ്സിലായോ? ഇനി കാണുന്ന കൊടി, ആ കൊടിക്ക് പറയുന്ന പേര് ബാണക്കൊടി എന്ന. ആ ബാണക്കൊടി അഗ്നി എന്ന സങ്കല്പത്തിലാണ്. അഗ്നി. പിന്നെ അതേപോലെ ഈ കുമിള കണ്ടോ, ഈ താഴെ കാണുന്ന കുമിള, ഈ 2 കുമിളകളിൽ ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രന്റെ സങ്കല്പത്തിലാണ്. ഒന്ന് സൂര്യൻ, ഒന്ന് ചന്ദ്രൻ. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ വള്ളത്തെ നിയന്ത്രിക്കാനായിട്ട് വലിയ നയമ്പുകളുണ്ടാണ്. അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ എടുത്ത് പിടിക്കും. വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പോലെ വള്ളത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത് ആ 4 പേര് 4 നയമ്പ് ഉപയോഗിച്ചാണ്. ആ 4 നയമ്പുകൾ 4 വേദങ്ങളാണ്. ഋക്ക്, യജുർ, സാമ, അഥർവ വേദത്തെയാണ്. അതേപോലെ ഈ വള്ളത്തില് 60-ന് മുകളിൽ ചിലപ്പോൾ 70 ആൾക്കാർ തോഴി. പക്ഷെ എങ്കിലും ഒരു കണക്കുണ്ട്. 64 എന്നാണ് കണക്ക്. ആ കണക്ക് ലോകത്തിൽ 64 കലകളേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ അതേപോലെ ഉണ്ട് അവിടെ കുട്ടികൾ ഇരിക്കുന്നിടത്ത് ബോക്സ് പോലെ കണ്ടോ, ബോക്സ് പോലെ പിള്ളേരിങ്ങനെ കണ്ടില്ലേ, അത് വെടിത്തടി അഥവാ കാറ്റുമറ എന്ന് പറയും. അവിടെ നിന്ന് 10 പേരാണ് പാടുന്നത്. നമുക്ക് 10 അവതാരങ്ങളാണുള്ളത്. അവിടെ ഒരു മുത്തുകൊട, അത് അലിക്കിട്ട കൊട പിടിക്കും. അത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്ന താമര എന്ന് പറയുന്ന സങ്കല്പമാണ്. ഈ 64-ൽ തന്നെ ഏറ്റവും മുൻഭാഗം കണ്ട ആ ഭാഗത്തിന് പറയുന്ന പേര്, ഇവിടെ ഉയർന്ന ഭാഗം അമരമെന്നും അവിടുത്തെ ഭാഗം അണിയമെന്നാ പറയുന്നത്. അതിലേക്ക് ഇപ്പൊ ഒരു കൂമ്പും പറയും കൂടെ കയറ്റും, ഒരു ഗോൾഡൻ സാധനം കയറ്റും, കൂമ്പും പറയും. അവിടെ മുതൽ ഒന്നാമതിരിക്കുന്ന പയ്യനിരിക്കുന്നവിടെ മുതൽ ഈ വെടിത്തടി വരെ 18 പേരാണ് ഇരിക്കുന്നത്. ആ 18 പേര് 18 പുരാണങ്ങളുടെ സങ്കല്പമാണ്. നമുക്ക് പുരാണങ്ങൾ 18 ഉണ്ട്. ആ 18 തന്നെ ഏറ്റവും മുകളിൽ നിന്ന് പുറകിലേക്ക് ഇരിക്കുന്ന 8 പേര് അഷ്ടദിക്പാലകരാണ്. മനസ്സിലായ? അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോ ഒരു അണ്ഡഘട